ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിൻസ് ഹാൻഡ് വർക്ക്സ്. ഇന്ന് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറിയിലെ ഒരു ബേസിക് സ്റ്റിച്ചായ കൗച്ചിങ് സ്റ്റിച്ചാണ് ചെയ്ത് കാണിക്കുന്നത്. കൗച്ചിങ് സ്റ്റിച്ച് നമ്മൾ ഔട്ട്ലൈനായിട്ടും അതുപോലെ തന്നെ ഒരു ഡിസൈനിൻ്റെ ഫില്ലിംഗ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റിച്ചാണ് കൗച്ചിങ് സ്റ്റിച്ച്. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഈ വരുന്ന ലൈനിൽ എങ്ങനെയാണ് കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യാമെന്നും അതുപോലെ ഈ ഫ്ലവറിൽ കൗച്ചിങ് സ്റ്റിച്ച് വെച്ചിട്ട് ഒരു ഡിസൈനുമാണ് ചെയ്ത് കാണിക്കുന്നത്. എപ്പോഴും നമ്മൾ കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യാൻ നേരം രണ്ട് കോൺട്രാസ്റ്റ് കളേഴ്സുള്ള ത്രെഡ്സാണ് എടുക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഈ ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡും യെല്ലോ കോമ്പിനേഷനുള്ള ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ റെഡ് കളർ ത്രെഡ് 6 സ്ട്രാൻഡ്സ് എടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ ലാസ്റ്റായിട്ട് നമ്മളൊരു നോട്ട് ഇട്ട് കൊടുക്കുക. പിന്നീട് ഈ വന്നിരിക്കുന്ന ലൈനിൻ്റെ ആദ്യമായി ഇതുപോലെ എടുക്കണം. പിന്നീട് ഈ ലൈനിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ നീഡിൽ കുത്തി താഴോട്ട് എടുക്കുക. ഇത് നമ്മളിപ്പോൾ ലോക്ക് ചെയ്ത് കൊടുക്കണമെന്നില്ല, ഈ നീഡിൽ നമുക്ക് ഇവിടെ വെക്കാം. അടുത്തായി നമുക്ക് യെല്ലോ കളർ നീഡിൽ എടുത്തിട്ടുണ്ട്. ഇതും 6 സ്ട്രാൻഡ്സിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. യെല്ലോ കളർ ത്രെഡ് നമ്മൾ എടുക്കുന്നത് ഈ സ്റ്റാർട്ടിങ് റെഡ് കളർ ത്രെഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നും കുറച്ചകലെയായിട്ട് ഇതുപോലെ ഇവിടെയായിട്ട് നമ്മൾ നീഡിൽ താഴ്ത്തുനിന്ന് കുത്തി മേലോട്ട് എടുക്കണം ഇതുപോലെ. പിന്നീട് ഈ ത്രെഡ് യെല്ലോ ത്രെഡിൻ്റെ താഴെ വരുന്ന തരത്തിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നീഡിൽ ഇതുപോലെ താഴോട്ടെടുക്കുക. പിന്നീട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് നമ്മൾ എത്ര ഡിസ്റ്റൻസ് ആണോ ഈ യെല്ലോ ത്രെഡിലേക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വേണം ഇനി ഈ യെല്ലോ ത്രെഡിൽ നിന്ന് നമ്മൾ അടുത്തത് ചെയ്യുമ്പോൾ. ഇതാ ഇപ്പം ഞാൻ നീഡിലെടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ റെഡ് ത്രെഡ് താഴെ വരുന്ന തരത്തിൽ നമുക്ക് യെല്ലോ ത്രെഡ് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വരുന്ന സ്റ്റിച്ചിനാണ് നമ്മൾ കൗച്ചിങ് സ്റ്റിച്ച് എന്ന് പറയുക. ഇതുപോലെ നമ്മൾ ഡിസൈൻസിൻ്റെ ഔട്ടർ ലൈൻ കൊടുക്കാനും അതുപോലെ തന്നെ ഫില്ലിങ് കൊടുക്കാനും ഒക്കെ നമ്മൾ കൗച്ചിങ് സ്റ്റിച്ച് ഉപയോഗിക്കും. ഈ സ്റ്റിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഡിസൈൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വരുന്ന ലൈൻ മുഴുവൻ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മുടെ ലൈൻ കൗച്ചിങ് സ്റ്റിച്ച് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമ്മൾ ചെയ്യാൻ പോകുന്നത് റോസ് ഫ്ലവറാണ്. റോസിൻ്റെ പെറ്റൽസ് കൊടുക്കുന്നത് റെഡും യെല്ലോ കോമ്പിനേഷനിലുള്ള ത്രെഡ് വെച്ചിട്ടും ലീഫും സ്റ്റെംസും കൊടുക്കുന്നത് ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ടാണ്. ഫസ്റ്റ് നമുക്ക് റെഡ് കളർ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ലൈനിൻ്റെ അറ്റത്തുനിന്നുമായിട്ട് ഇതുപോലെ എടുക്കുക. പിന്നീട് ഇപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തത് സ്ട്രെയിറ്റ് ലൈനാണ്, ഇത് പക്ഷേ സ്ട്രെയിറ്റ് അല്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു ലൈൻ എവിടെയാണ് എൻഡ് ആവുന്നത് അവിടെ വെച്ചിട്ട് ഇതുപോലെ നീഡിൽ ഇറക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ കുറച്ച് ലൂസാക്കി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ ഈ റെഡ് ത്രെഡ് താഴെ വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ യെല്ലോ ത്രെഡ് വെച്ചിട്ട് കൗച്ചിങ് കൂടി കഴിഞ്ഞതിന് ശേഷം ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമുക്കിത് ഇതുപോലെ ലൂസായിട്ട് ഇങ്ങനെ ത്രെഡ് കെടുക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ ലൂസാക്കി ഇട്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ എടുക്കുന്നത് യെല്ലോ കളർ ത്രെഡാണ്. ആ ത്രെഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റെഡ് ത്രെഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നും കുറച്ച് തൊട്ട് ഇവിടെ നിന്നായിട്ട് ഇതുപോലെ നീഡിലെടുക്കുക. പിന്നീട് റെഡ് ത്രെഡ് താഴെ വരുന്ന പോലെ നീഡിൽ ഇറക്കി കൊടുക്കുക ഇതുപോലെ. അപ്പോൾ നമുക്ക് എവിടെയാണോ ഓരോ കർവും വരുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ റെഡ് ത്രെഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി.